ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നും സ്പെക്ട്രോസ്കോപ്പി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതുമാണ്. ദെൻ ഇതിൻ്റെ അപ്ലിക്കേഷൻസാണ്, സ്പെക്ട്രോസ്കോപ്പിയുടെ അപ്ലിക്കേഷൻസ്, നമ്മൾ എന്തിനാണ് അത് പഠിക്കുന്നത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി. ഈ മൂന്നെണ്ണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. സോ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റി എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആക്ച്വലി സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് interaction of electromagnetic radiations with matter. സോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ മാറ്ററുമായിട്ടുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. സോ ഡെഫിനറ്റ്ലി വി നീഡ് ടു അവെയർ ഓഫ് വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. സോ ആക്ച്വലി an electromagnetic radiation is nothing but they are associated with both an electric field and a magnetic field which are mutually perpendicular to each other and also perpendicular to the direction of propagation of the radiation or corresponding radiation. സോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, ഓൾസോ ടു ദി പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓൾസോ. ദെൻ ദ ഫസ്റ്റ് തിങ് ഈസ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് possess the properties of dual nature. സോ ഡുവൽ നേച്ചർ കാണിക്കുന്നവരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാർട്ടിക്കിൾ നേച്ചറും വരുന്നുണ്ട്, വേവ് നേച്ചറും വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൾ കൈൻഡ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ട്രാവൽസ് വിത്ത് ദി സെയിം വെലോസിറ്റി ഇൻ വാക്യൂം ഈക്വൽ ടു 3 × 10⁸ meter/second. Then the frequency of a wave is related to wavelength and velocity of light by nu is equal to c by lambda. So frequency nu is given by c by lambda. C is nothing but velocity of light in vacuum. Okay, then the energy of radiation is related to its frequency, wavelength and wave number by the equation E is equal to h nu and E is equal to h c by lambda, and finally 1 by lambda is nothing but wave number. So E is equal to h c nu bar is another equation. Okay, so എനർജിക്കുള്ള 3 ഇക്വേഷൻസിൽ ഒന്ന് E is equal to h nu, രണ്ടാമത്തത് E is equal to h c by lambda, then finally 1 by lambda can be replaced with nu bar. Okay, so E is equal to h c nu bar. Then electromagnetic spectrum. It is arrangement of electromagnetic radiations in the decreasing order of wavelength or increasing order of frequency. Okay, so since wavelength and frequencies are inversely related, waves having greater wavelength should possess lesser frequency. Okay, so it is arrangement of electromagnetic radiations either in the decreasing order of wavelength or in the increasing order of frequency. Okay, it is called electromagnetic spectrum. Actually a spectrum means cluster or collection. So electromagnetic spectrum means collection of electromagnetic radiations either in the decreasing order of wavelength or in the increasing order of frequency. This is an electromagnetic spectrum. Okay, here the arrangement is done in the increasing order of frequency. So least frequent radio waves and waves are here, and most frequent cosmic rays are here. Then general features of spectroscopy. Actually in spectroscopy we are dealing with only quantized energy level. So quantization എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. സോ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ ഒരു എനർജി 1 h nu എന്ന് പറയുന്ന ഒരു എനർജിയാണെന്ന് വിചാരിക്കുക. ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് ആണെന്നുണ്ടെങ്കിൽ 1 h nu കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത് 2 h nu ആയിരിക്കും. സപ്പോസ് അങ്ങനെ വിചാരിക്കുക, 2 h nu ആണെന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് എനർജീസ് ഉണ്ട്, പക്ഷേ ആ എനർജീസ് ഒന്നും
അക്സെപ്റ്റ് ചെയ്യാൻ മോളിക്യൂൾസിനെ കൊണ്ട് പറ്റില്ല. 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് 2H എന്നെ അബ്സോർബ് ചെയ്യണം നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ. ഓക്കെ, സോ 2H കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൻ്റെ എനർജി എന്ന് പറയുന്നത് 3H ആയിരിക്കും. സോ 2ക്കും 3ക്കും ഇടയിൽ ഒരുപാട് എനർജീസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള എനർജി ലെവൽസിനെയാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ 1H 2H 3H എന്ന് പറയുന്ന നമ്പർ കാണിക്കുന്നത് അതിലുള്ള എന്താ പറയുക, ആ നമ്പേഴ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണിക്കുന്നത് ഓരോ ക്വാണ്ടം നമ്പേഴ്സിനെ ആയിരിക്കും. സോ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ ക്വാണ്ടം നമ്പേഴ്സ് വേണ്ടി വരും. ഓക്കെ, ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിനെ സ്പെസിഫൈ ചെയ്യാൻ ക്വാണ്ടം നമ്പേഴ്സ് വേണ്ടി വരും. ആ എനർജി ലെവൽസ് മാത്രമേ കറസ്പോണ്ടിങ് മോളിക്യൂൾസിന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിന് ഇടയിലുള്ള എനർജീസ് ഒന്നും മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യാനോ അങ്ങോട്ട് എക്സൈറ്റ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, സോ അതാണ് അതിൽ ആലോചിക്കേണ്ട ഫസ്റ്റ് കാര്യം. ദെൻ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ എനർജി ലെവൽസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, റൊട്ടേഷണൽ എനർജി. The energy possessed by the molecule by virtue of bodily rotation about an axis passing through its center of gravity is called rotational energy. So it's simply the energy possessed by the molecule by virtue of rotation. ഒരു ബോഡിക്ക് റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് റൊട്ടേഷണൽ എനർജി. സോ റൊട്ടേഷണൽ എനർജി ക്വാണ്ടൈസ്ഡ് എനർജിയാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റേഡിയേഷൻസ് കൊടുക്കുന്ന സമയത്തോ മോളിക്യൂള് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ റൊട്ടേഷണൽ എനർജി ലെവൽസിലേക്ക് എക്സൈറ്റേഷൻ നടക്കും. അങ്ങനെ എക്സൈറ്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കുക, എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് പോകുന്ന പോലെ ചാടി ചാടി പോകലും മാത്രമല്ല ഹയർ ലെവൽസിലേക്ക്. ഇവിടെ എക്സൈറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ സ്പിന്നിങ്ങിനേക്കാളും വളരെ റാപ്പിഡായിട്ട് വളരെ വേഗത്തിലായിരിക്കും സ്പിന്നിങ് നടക്കുക. ഇതാണ് ഇവിടുത്തെ റൊട്ടേഷണൽ എക്സൈറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റൊട്ടേഷണൽ എനർജി ലെവൽസ് കൂടുന്തോറും ഈ സ്പിന്നിങ്ങിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് കൂടുക ചെയ്യുക, ആംഗുലാർ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് വൈബ്രേഷണൽ എനർജി. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദി പീരിയോഡിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ആറ്റംസ് ഓഫ് ദി മോളിക്യൂൾ ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ. സോ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് വൈബ്രേഷൻ എനർജി. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷനാണ്. ഓക്കെ, അതിനാണ് മറ്റൊരു ടേംസിൽ നമ്മൾ പീരിയോഡിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ആറ്റംസ് ഓഫ് ദി മോളിക്യൂൾ ഫ്രം ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് വൺ, യു നോ ദാറ്റ് ഇലക്ട്രോണിക് എനർജി. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ഓഫ് ദി മോളിക്യൂൾ ഇൻ ഇറ്റ്സ് വേരിയസ് എനർജി സ്റ്റേറ്റ്സ്. സോ ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽസിന് ഒരു എനർജി ഉണ്ടാവും. ആ എനർജീസ് നമ്മൾ എക്സ്ട്രാ എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് ഹയർ ലെവൽസിലേക്ക് എക്സൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഈ 3 എനർജി സ്റ്റേറ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് സ്പെസിഫിക് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ 3 ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് ആണ്. സോ റൊട്ടേഷണൽ എനർജി ലെവൽസിന് നമ്മൾ കാണിക്കുന്ന ക്വാണ്ടം നമ്പറാണ് J. ഓക്കെ, ജെൻ്റെ വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകും. ദെൻ നമുക്ക് വൈബ്രേഷനെ കാണിക്കാൻ വേണ്ടി, വൈബ്രേഷണൽ എനർജി ലെവൽസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്വാണ്ടം നമ്പേഴ്സാണ് ന്യൂ. വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ് ന്യൂ. ഓക്കെ, വൈബ്രേഷണൽ ക്വാണ്ടം നമ്പേഴ്സാണ് ന്യൂ. അതിൻ്റെ വാല്യൂസും 0, 1, 2 അങ്ങനെ എക്സെട്ര അങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുക. സോ ഒന്ന് ആലോചിക്കുക, റൊട്ടേഷണൽ എനർജി ലെവൽസിനേക്കാളും എനർജി ആവശ്യമാണ് വൈബ്രേഷണൽ എനർജി ലെവൽസിന്. ആ ഗ്യാപ്പിൻ്റെ വിട്ട് നോക്കിയാൽ മതി. റൊട്ടേഷണൽ എനർജിനേക്കാളും എനർജി ആവശ്യമാണ് വൈബ്രേഷണൽ എനർജി ലെവൽസിന്. അതിലും എനർജി ആവശ്യമാണ് നമ്മുടെ റൊട്ടേഷണൽ എനർജി ലെവൽസിന്. ഇലക്ട്രോണിക് എനർജി ലെവൽസിന്. ഓക്കെ, സോ ഇലക്ട്രോണിക് എനർജി ലെവൽസിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള n ആണ്. സോ ഈ n ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് എനർജി ലെവൽസിൻ്റെ എനർജി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സോ നമ്മൾ എനർജി ലെവൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലീസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണ് റൊട്ടേഷണൽ എനർജി ലെവൽസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൈബ്രേഷൻ ലെവൽ, മോസ്റ്റ് എനർജൈസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണ് ഇലക്ട്രോണിക് എനർജി ലെവൽസ്.
ഓക്കെ, സോ ഇലക്ട്രോണിക് എക്സൈറ്റേഷനാണ് കൂടുതൽ എനർജി ആവശ്യം വരിക. ദെൻ വൈബ്രേഷൻ എനർജി ലെവൽസ് ആൻഡ് ഫൈനലി റൊട്ടേഷണൽ എനർജി ലെവൽസ്. സോ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിത്ത് മാറ്റർ, ദാറ്റ് ഈസ് സിംപ്ലി ദ സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നുള്ളത് ഇനിയാണ് പറയുന്നത്. സോ Bohr condition for spectral transition. This is very important. Bohr condition for spectral transition. For absorption to occur, the energy of the photon must be matched the energy difference between the quantized energy levels. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിൽ എക്സൈറ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എനർജി ഡിഫറൻസ് ഒരു ലെവലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രണ്ട് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ എക്സൈറ്റേഷൻ നടക്കുള്ളൂ. ഇപ്പോൾ 1h ആണ് ഒരു എനർജി ലെവലിൻ്റെ എനർജി, തൊട്ട് മുകളിലുള്ള എനർജി ലെവലിൻ്റെ എനർജി 2h ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1h ആണ്. 1h ഉള്ള ഒരു റേഡിയേഷൻ വന്നാൽ മാത്രമേ ഇവിടെ എക്സൈറ്റേഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി ഒരു 0.5h ഉള്ള രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ പോലും ഇവിടെ എക്സൈറ്റേഷൻ പോസിബിൾ അല്ല. 0.5h റേഡിയേഷൻ എനർജി ഉള്ള രണ്ട് റേഡിയേഷൻസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ പോലും ഇവിടെ എക്സൈറ്റേഷൻ പോസിബിൾ ആവില്ല. സോ ഫോർ അബ്സോർപ്ഷൻ ടു ഒക്കർ, the energy of the photon must be match the energy difference between the quantized energy level. So this is the first thing. Then absorption spectrum. നമ്മളിനി പറയാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രംസിനെ പറ്റിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. എ റെക്കോർഡ് ഓഫ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത് absorbed can be made with an instrument called spectrometer, and the resulting spectrum is called absorption spectrum. സോ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അബ്സോർബ്ഡ് റേഡിയേഷൻ ബൈ എ സാമ്പിളാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സാമ്പിളിലേക്ക് ഞാനൊരു സ്പെക്ട്രം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് കൊടുക്കുകയാണ്. ഇപ്പം മൈക്രോവേവ് മുതൽ കോസ്മിക് റേസ് വരെയുള്ള എല്ലാ റേഡിയേഷൻസിനെയും കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചില റേഡിയേഷൻസിനെ മാത്രമേ നമ്മുടെ സാമ്പിൾ അബ്സോർബ് ചെയ്യുള്ളൂ ബോർ കണ്ടീഷൻ പ്രകാരം. ആ സാമ്പിളിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സാമ്പിൾ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. സിമിലർലി നമുക്ക് എമിഷൻ സ്പെക്ട്രം ഉണ്ട്. എമിഷൻ സ്പെക്ട്രത്തിൽ നമ്മുടെ സബ്സ്റ്റൻസ് ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് എക്സൈറ്റ് ചെയ്യുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് ലോവസ്റ്റ് സ്റ്റെബിലിറ്റിയാണ്, അല്ലെങ്കിൽ അൺസ്റ്റെബിലിറ്റിയാണ്, സ്റ്റേറ്റ് ഓഫ് അൺസ്റ്റെബിലിറ്റിയാണ്. സോ ദാറ്റ് വിൽ എമിറ്റ് ദി കോംപ്ലിമെൻ്ററി റേഡിയേഷൻ. അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ കോംപ്ലിമെൻ്ററി റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. സോ ഈ കോംപ്ലിമെൻ്ററി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഒരു സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ക്യാപ്ചർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്ര എന്ന് വിളിക്കുക. So a record of frequency or wavelength emitted can be made with an instrument called spectrometer, and the resulting spectrum is called emission spectrum. Then for plotting emission spectrum as well as absorption spectrum, we have a parameter called absorbance. So absorbance A is equal to log I0 by Ix. I0 എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആണ്. IX എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റിഫ്രാക്റ്റഡ് റേഡിയേഷനാണ്, അതായത് സാമ്പിളിലൂടെ പാസ് ചെയ്ത് പുറത്ത് വരുന്ന റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. സോ നമ്മുടെ സാമ്പിൾ എന്തെങ്കിലും റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ IX വിൽ ബി ലെസ് ദാൻ I0. IX വിൽ ബി ലെസ് ദാൻ I0. സോ ഈ ഒരു പാരാമീറ്ററിനെ അബ്സോർബൻസ് എന്ന് വിളിക്കുക, അബ്സോർബൻസ് A വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് I0 ബൈ IX. ഇതൊരു പ്ലോട്ടാണ്, അബ്സോർബൻസ് വേഴ്സസ് വേവ് ലെങ്ത്. അബ്സോർബൻസ് വേഴ്സസ് വേവ് ലെങ്ത്. ഇതിൽ ഈ പീക്കിൽ കാണിക്കുന്ന റേഡിയേഷനെയാണ് നമ്മുടെ കോമ്പൗണ്ട് അബ്സോർബ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്ത് ഓഫ് ദി കറസ്പോണ്ടിങ് കോമ്പൗണ്ട്. ഈ പീക്ക് അബ്സോർബൻസ് കാണിക്കുന്ന റേഡിയേഷനെയാണ് നമ്മുടെ സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് വേറൊരു പാരാമീറ്ററാണ് ട്രാൻസ്മിറ്റൻസ്. ഓക്കെ, അബ്സോർബൻസ് പോലെ തന്നെയുള്ള മറ്റൊരു പാരാമീറ്ററാണ് ട്രാൻസ്മിറ്റൻസ്. ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ IX ബൈ I0നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്മിറ്റൻസ് എന്ന് വിളിക്കുക. IX ബൈ I0. ഓക്കെ, IX ബൈ I0 നമ്മുടെ അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ ലോഗ് I0 ബൈ IX ആയിരുന്നു. ട്രാൻസ്മിറ്റൻസ് IX ബൈ I0 എന്നാണ്. ഓക്കെ,
സോ ട്രാൻസ്മിറ്റൻസ് വേഴ്സസ് വേവ് നമ്പർ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുക. ഇതിൽ ട്രാൻസ്മിറ്റൻസിന് മിനിമം ട്രാൻസ്മിറ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവിനെയാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുക. മിനിമം ട്രാൻസ്മിറ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ആയിരിക്കും നമ്മുടെ സാമ്പിൾ അബ്സോർബ് ചെയ്തത്. ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്. ഡിഫറെൻറ്റ് ടൈപ്സിൽ ഫസ്റ്റ് റൊട്ടേഷണൽ സ്പെക്ട്ര, ഓൾസോ കോൾഡ് മൈക്രോവേവ് സ്പെക്ട്ര. So absorption of radiation of characteristic frequencies in the microwave region can cause transition between rotational energy levels in gaseous molecule which possess permanent dipole moment. So നിങ്ങളുടെ റൊട്ടേഷണൽ സ്പെക്ട്ര ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഒന്ന്, ഏത് റേഡിയേഷനാണ് ഉപയോഗിക്കുന്നത്, അതിൽ മൈക്രോവേവ് റേഡിയേഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് ആർക്കൊക്കെ ചെയ്യാം? മോളിക്യൂൾസ് ഹാവിങ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉള്ള മോളിക്യൂൾസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നടക്കുന്ന സമയത്ത് ഏത് എനർജി ലെവൽസിലേക്കാണ് എക്സൈറ്റേഷൻ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷണൽ എനർജി ലെവൽസിലേക്കാണ് ഇതിൻ്റെ എക്സൈറ്റേഷൻ നടക്കുക. ഓക്കെ, റൊട്ടേഷണൽ എനർജി ലെവൽസിലേക്കുള്ള എക്സൈറ്റേഷനാണ് നടക്കുക. സിമിലർലി വൈബ്രേഷണൽ സ്പെക്ട്ര ഓൾസോ കോൾഡ് ഇൻഫ്രാറെഡ് സ്പെക്ട്ര ഓർ വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്ര. സോ ഇതിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻസ് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ ലെവൽസിലേക്കാണ് ഇവിടെ ട്രാൻസിഷൻ നടക്കുക, എക്സൈറ്റേഷൻ നടക്കുക. ഓക്കെ, ഇനി ഒരു മോളിക്യൂള് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഇൻ എനി ഓഫ് ദെയർ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അതിൻ്റെ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് വൈബ്രേഷൻസിൽ എന്ത് വേണം? ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വേണം. ഡൈപോൾ മൊമെൻറ്റിലൊരു ചേഞ്ച് വേണം, എങ്കിലേ നമ്മളതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? ഇൻഫ്രാറെഡ് ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ആ മോളിക്യൂളിന് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുള്ളൂ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഇൻ എനി ഓഫ് ദെയർ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? അതിൽ ഏതെങ്കിലും ഒരു വൈബ്രേഷനിൽ അതിൻ്റെ ഒരു ഡൈപോൾ മൊമെൻറ്റിലൊരു ചേഞ്ച് വേണം. ദെൻ തേർഡ് വൺ, രാമൻ സ്പെക്ട്രോസ്കോപ്പി. It is concerned with the vibrational and rotational transitions but deals with the scattering of light that occurs when visible light is incident upon a substance. The energy is then taken up from or given out to the incident radiation which is scattered at a changed frequency. സോ ഈ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ നമ്മൾ ഒരു വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് പറഞ്ഞിരുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ ആയിരുന്നു. പക്ഷേ ഫിസിക്സ് നല്ലപോലെ അറിയുന്നവർ പറയും ഫ്രീക്വൻസി അല്ല അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പാരാമീറ്റർ, വേവ് ലെങ്ത് ആണ്. കാരണം ഇവിടെ ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, നമ്മളിവിടെ സ്പെക്ട്രത്തിൽ പറയുന്ന സമയത്ത്, രാമൻ സ്പെക്ട്ര പറയുന്ന സമയത്ത് നമ്മളൊരു റേഡിയേഷൻ യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വിസിബിൾ ലൈറ്റാണ്. നമ്മളിതിൽ രാമനിൽ ഉപയോഗിക്കുന്നത് വിസിബിൾ ലൈറ്റാണ്. വിസിബിൾ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മോളിക്യൂൾസിൽ വൈബ്രേഷൻ ലെവൽസിലും റൊട്ടേഷൻ ലെവൽസിലും എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്. സോ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നടക്കുക. ഒന്നെങ്കിൽ റേഡിയേഷൻ നമ്മുടെ സബ്സ്റ്റൻസിൽ നിന്ന് എനർജി എടുക്കും, അപ്പോൾ റേഡിയേഷൻ്റെ എനർജി കൂടി, റിഫ്രാക്ട് ചെയ്ത് പുറത്തു പോകുന്ന റേഡിയേഷന് എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ചില സമയത്ത് നമ്മുടെ റേഡിയേഷൻ സാമ്പിളിലേക്ക് എനർജി കൊടുക്കും. അത് നമ്മുടെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കറക്റ്റ് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിലാണ് ആ ഓസിലേഷൻ്റെ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് എനർജി നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പിളിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയേഷൻ്റെ എനർജി കുറയും. റേഡിയേഷൻ്റെ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വരുന്ന റേഡിയേഷൻസിന് ഫ്രീക്വൻസി കുറവായിരിക്കും അല്ലെങ്കിൽ എനർജി കുറവായിരിക്കും. ഇതാണ് നമ്മൾ രാമൻ സ്പെക്ട്രയിൽ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിസിബിൾ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, സബ്സ്റ്റൻസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, വിച്ച് ഈസ് സ്കാറ്റേർഡ് അറ്റ് എ ചേഞ്ച്ഡ് ഫ്രീക്വൻസി, ആൻഡ് ദിസ് ഈസ് സ്റ്റഡീഡ് അണ്ടർ രാമൻ സ്പെക്ട്രോസ്കോപ്പി. ദെൻ ഫൈനലി ഇലക്ട്രോണിക് സ്പെക്ട്ര ഓർ അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്ര. ഇതിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻസ് അൾട്രാവയലറ്റും വിസിബിൾ റേഡിയേഷൻസുമാണ്. സോ ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോണിക് എനർജി സ്റ്റേറ്റ്സ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, സോ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻസ് ആണ് നടക്കുക. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഇലക്ട്രോണിക് സ്പെക്ട്രം. ഓക്കെ, then that's all. Then we have nuclear magnetic resonance spectroscopy, simply called NMR spectroscopy. NMRൽ നമ്മൾ ട്രാൻസിഷൻ നടത്തുന്നത് സ്പിൻ എനർജി ലെവൽസിലാണ്. സോ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ്.
അതായത് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സബ്സ്റ്റൻസിന് അപ്ലൈ ചെയ്തിട്ടാണ് റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് കൊടുക്കുക. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് കൊടുക്കുക. ദെൻ ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത് ഓർത്ത് വയ്ക്കുക സ്പിൻ എനർജി ലെവൽസിലേക്കാണ്. അപ്പോൾ സ്പിൻ എനർജി ലെവൽസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ആ സ്പിൻ എനർജി ലെവൽസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഇവിടെ എന്ത് വേണം? ഒരു ക്വാണ്ടം നമ്പർ വേണം. കാരണം സ്പെക്ട്രോസ്കോപ്പിയിൽ ക്വാണ്ടൈസ്ഡ് ലെവൽസിലേക്ക് മാത്രമേ എക്സൈറ്റേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അതിനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ്. ദെൻ ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി സിംപ്ലി കോൾഡ് ESR സ്പെക്ട്ര. ഇതിൽ ട്രാൻസിഷൻ നടക്കുന്നത് ട്രാൻസിഷൻസ് ഇൻഡ്യൂസ്ഡ് ബൈ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദി മൈക്രോവേവ് റീജിയൻ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് എനർജി ലെവൽസ്. ഇവിടെ ESR സ്പെക്ട്രോസ്കോപ്പിയിൽ മാഗ്നറ്റിക് എനർജി ലെവൽസിലാണ് എക്സൈറ്റേഷൻ നടത്തുന്നത്. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ മൈക്രോവേവ് റേഡിയേഷൻ ആണ്. ഇതും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് ചെയ്യുക. ഈ NMRഉം ESR നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ MRI സ്കാനിങ്ങൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ ടെക്നിക്സ് തന്നെയാണ്, അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഓക്കെ, ദെൻ ഫൈനൽ ടോപ്പിക് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. ഈ ഒരു അപ്രോക്സിമേഷൻ്റെയും ബേസോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? ജനറൽ തിങ്സ് അബൌട്ട് ദി സ്പെക്ട്രോസ്കോപ്പി വിൽ ബി ഫിനിഷ്ഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിനെ കുറിച്ചാണ് പഠിക്കുക. സോ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. This approximation is very genuine and which is mandatory while we are dealing with spectroscopic techniques. Okay, so ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ആണ്. This is very mandatory while we are dealing with these different types of spectroscopic techniques. Okay, so the motion of nuclei is so slow compared to the speed at which electrons move that the electrons can respond almost instantaneously to displacement of the nuclei and hence it is assumed that the nuclei do not move. അതുകൊണ്ടാണ് നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂക്ലിയസിൻ്റെ എനർജീസിനെ പറ്റി പറയുന്നില്ല. നമ്മൾ ഈ ഇലക്ട്രോണിക്, ഈ വൈബ്രേഷണൽ, ഈ റൊട്ടേഷണൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിൻ്റെ എനർജിയാണ് ഈ ഇലക്ട്രോണിക്. ഓക്കെ, ഈ വൈബ്രേഷണൽ എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ എനർജിയാണ്, ഈ റൊട്ടേഷനുമാണ് പറയുന്നത്. ഇതിൽ ന്യൂക്ലിയസിൻ്റെ ട്രാൻസ്ലേഷണൽ എനർജിനെ കുറിച്ച് നമ്മൾ പറയുന്നേ ഇല്ല. എന്നാൽ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ലേഷൻ എനർജി ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ ഇലക്ട്രോണിക്. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ല എന്നുള്ളൊരു അസംഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് സോ സ്ലോ കമ്പയർഡ് ടു ദി speed at which the electrons move that the electrons can respond almost instantaneously to displacement of the nuclei and hence it is assumed that the nuclei do not move. So that's all about today. Thank you. If you have any doubt, please contact me. Okay.